കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങളുടെ പഴി കേൾക്കുകയാണ് ഭക്ഷ്യവകുപ്പ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കണി കാണാനില്ല. ജനങ്ങൾ സപ്ലൈകോയെ കൈയൊഴിഞ്ഞു തുടങ്ങിയതോടെ ഔട്ട്ലെറ്റുകളുടെ ഭാവി പോലും പ്രതിസന്ധിയിലാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സാമ്പത്തിക പിന്തുണയാണ് ഭക്ഷ്യവകുപ്പ് ആഗ്രഹിച്ചിരുന്നത്. ബജറ്റിൽ ആ കരുതൽ ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഭക്ഷ്യമന്ത്രിക്ക്. തുക കുറഞ്ഞതായിട്ടുള്ള വിഷയമല്ലല്ലോ. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈകോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ബജറ്റ് വിഹിതം കുറഞ്ഞതിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയാനാണ് CPI മന്ത്രിമാരുടെ തീരുമാനം. കഴിഞ്ഞ തവണത്തേക്കാൾ 40% കുറവാണ് മൃഗസംരക്ഷണ വകുപ്പിനുണ്ടായത്. ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. ഭക്ഷ്യവകുപ്പിലെ പ്രതിസന്ധിക്ക് കാരണം ധനവകുപ്പാണെന്ന പരാതി CPIക്ക് നേരത്തെയുണ്ട്. CPIയുടെ നിയന്ത്രണത്തിലുള്ള തൊഴിലാളി സംഘടനകൾ മുൻപ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയതുമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.